നെക്സ്റ്റ് ഈസ് അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാറ്റയോണും ആനയോണും ഉണ്ടാവും. ആ കാറ്റയോണും ആനയോണും കൂടിയിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ആ കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള റീസൺ. അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുക. അപ്പോൾ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിലാണ് നമുക്ക് ക്രിസ്റ്റൽസ് എന്നുള്ളതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് അയോണിക് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ എ 3-dimensional array of positive and negative ions which are arranged quite systematically so as to acquire a definite geometry as well as periodic pattern which is called crystal lattice. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഒരു FCC ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ്, സിമ്പിൾ ക്യൂബിക്, ഇങ്ങനത്തെ കുറേ ക്രിസ്റ്റൽ സ്ട്രക്ചറുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ സോഡിയം ക്ലോറൈഡിൻ്റെത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് ആണ്. 6 ഫേസാണ് ഒരു ക്യൂബിന് ഉണ്ടാവുക. ആ ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ ആറ്റംസ് വരിക, അതാണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ്. അപ്പോൾ ഈ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത 3-dimensional array ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ അതൊരു 3-dimensional സ്പേസ് ആണ്. അതിൽ ആ 3-dimensionally ഈ അയോൺസ് പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന 3-dimensional array ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് വിച്ച് ആർ അറേഞ്ച്ഡ് ക്വയറ്റ് സിസ്റ്റമാറ്റിക്കലി, വളരെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോണും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ അറേഞ്ച്മെൻറ്റ്, ആ ഡെഫിനിറ്റ് ജോമെട്രി ആണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അതിനൊരു പീരിയോഡിക് പാറ്റേൺ ഉണ്ടാവും. പീരിയോഡിക് മീൻസ് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് അതിൽ ഈ അയോൺസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് എന്ന് നമുക്ക് മനസ്സിലാവും. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്നാണ് പറയുക അതിന്. ദ അയോണിക് ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഹാസ് ബീൻ ഷോൺ ടു കണ്ടെയ്ൻ interpenetrating face-centered cubic lattices of Na+ ions and Cl- ions. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഡിയം ക്ലോറൈഡ് നമ്മളെടുത്താൽ ഒരു സോഡിയം അയോണിൻ്റെ ചുറ്റും 6 ക്ലോറൈഡ് അയോൺ, അതേപോലെ ഒരു ക്ലോറൈഡ് അയോണിൻ്റെ ചുറ്റും 6 സോഡിയം അയോൺ, ഈ ടൈപ്പിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ഒരു സോഡിയം അയോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള 6 അയോൺസ് ആണ് അതിൻ്റെ ചുറ്റും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ക്ലോറൈഡ് അയോൺ എടുത്താലും അതിൻ്റെ ചുറ്റും 6 Na+ അയോണാണ് ഉണ്ടാവുക. സോ കോർഡിനേഷൻ നമ്പർ ഓഫ് Cl- അയോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും 6 ആണ് സോഡിയം ക്ലോറൈഡിൽ. ഇനി അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +1 +2. ഫിസിക്കൽ സ്റ്റേറ്റ്, സാധാരണ എല്ലാ അയോണിക് കോമ്പൗണ്ട്സും സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അണ്ടർ നോർമൽ കണ്ടീഷൻ അയോണിക് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് വിത്ത് വെൽ ഡിഫൈൻഡ് ജിയോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അയോൺസ്. വളരെ കൂടിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് 2 അയോണും തമ്മിലുള്ളത്. അപ്പോൾ അത് സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് സാധാരണ അയോണിക് ക്രിസ്റ്റലിൻ്റെ കേസിൽ എന്താണ്? സോളിഡാണ് ഫിസിക്കൽ സ്റ്റേറ്റ്. ദെൻ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്, അതിൻ്റെയും കാരണം ഇതുതന്നെയാണ്. ഈ അയോൺസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലായതുകൊണ്ട് ആ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ വളരെ കൂടിയ എനർജി വേണം. അപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റിൽ ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് എന്താവണം? ലിക്വിഡ് ഫോമിലാവണം, ലിക്വിഡ് സ്റ്റേറ്റിലാവണം, മോൾട്ടൺ സ്റ്റേറ്റ്. പിന്നെ ആ ലിക്വിഡ് ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും കൂടിയ എനർജിയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് അയോൺസ് തമ്മിലുള്ളതുകൊണ്ട് തന്നെ ഈ അയോണിക് സോളിഡ്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും വളരെ ഹൈ ആയിരിക്കും. ദെൻ സോലിബിലിറ്റി, അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സോലിബിൾ ഇൻ വാട്ടർ ഓർ അതർ പോളാർ സോൾവെൻറ്റ്സ്. പോളാർ സോൾവെൻറ്റ്സ് അല്ലെങ്കിൽ വാട്ടർ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സോൾവെൻസിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലായിരിക്കും. അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ അയോൺസ് ഇൻ എ ക്രിസ്റ്റൽ, അതിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്ന പ്രോപ്പർട്ടിയുള്ള സോൾവെൻറ്റിലാണ് ഇത് കൂടുതൽ സോല്യൂബിൾ ആവുക. അപ്പോൾ ലൈക്ക് ഡിസോൾസ് ലൈക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് വളരെ കൂടുതൽ ചാർജ് സെപ്പറേഷൻ ഉള്ളതാണ് ഈ അയോണിക് സോളിഡ്സ്. അപ്പോൾ അത് ചാർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളാറായിട്ടുള്ള സോൾവെൻസിൽ മാത്രമാണ് ഡിസോൾവ് ചെയ്യുക. ദെൻ അബൌട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അയോണിക് കോമ്പൗണ്ട്സ് സോളിഡായിട്ട് പെർഫെക്റ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യില്ല, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ചാർജ് ക്യാരിയേഴ്സ് അയോൺസ് ആണ്. ഈ അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ് ഇൻ എ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിൽ ഈ അയോൺസ്
മൂവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്, അത് വളരെ കൃത്യമായിട്ട് അവിടെ പാക്ഡ് ആണ്. അപ്പോൾ അതിന് ചാർജ് കാരിയറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല ക്രിസ്റ്റൽ സ്റ്റേറ്റിൽ. പക്ഷേ വെൻ ദ ക്രിസ്റ്റൽ ഈസ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്, മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആവും അയോൺസ്. അപ്പോൾ അത് ചാർജ് ക്യാരി ചെയ്യും, അല്ലെങ്കിൽ സൊല്യൂഷനിൽ അത് ചാർജ് ക്യാരി ചെയ്യും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. Then reactions of ionic compounds in aqueous solutions, generally called ionic reactions, are very fast. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അയോണിക് ക്രിസ്റ്റൽ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, അയോൺസായി മാറി. പിന്നെ അയോൺസ് തമ്മിൽ കമ്പൈൻ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ദാറ്റ് വിൽ ബി വെരി ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അയോണിക് റിയാക്ഷൻസ് ആർ വെരി ഫാസ്റ്റ്. നോൺ ഡയറക്ഷണൽ നേച്ചർ ഓഫ് ബോണ്ടിങ് ഇൻ അയോണിക് സോളിഡ്സ്, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ഷൻലെസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡയറക്ഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോൺ ഡയറക്ഷണൽ നേച്ചറാണ് അയോണിക് ബോണ്ടിനുള്ളത്. ഇത്രയാണ് നമുക്ക് അയോണിക് കോമ്പൗണ്ട്സിനെ പറ്റി ജനറലായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് കോവലൻറ്റ് ബോണ്ട് ആൻഡ് കോവലൻറ്റ് സോളിഡ്സ്. കോവലൻറ്റ് നേച്ചറുള്ള സോളിഡ്സും ഉണ്ട്. അപ്പോൾ ലൂയിസ് തിയറി ഓഫ് ഇനി കോവാലൻറ്റ് ബോണ്ട് എന്താണ്? കോവാലൻറ്റ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. എ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഒരു ബോണ്ട്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് കോവാലൻറ്റ് ബോണ്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലൂയിസ് ഇൻ 1916. അക്കോർഡിംഗ് ടു ലൂയിസ്, ആറ്റംസ് അച്ചീവ് ദ സ്റ്റേബിൾ ഒക്ടറ്റ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ബോണ്ടിങ്? എന്തുകൊണ്ടാണ് ആറ്റംസ് ബോണ്ട് ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ, ചില ആറ്റംസ് ബോണ്ട് ഉണ്ടാക്കണില്ലല്ലോ. നമ്മളുടെ ഇനേർട്ട് ഗ്യാസ് നമ്മൾക്കറിയാം, ദേ ആർ ഇനേർട്ട്, ദേ ആർ നോട്ട് ഫോമിങ് ബോണ്ട് ജനറലി. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ അതിന് വേറൊരു ബോണ്ടഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സ്റ്റേബിൾ ഒക്ടറ്റ് വെൻ ദേ ആർ ലിങ്ക്ഡ്. അപ്പോൾ ഒരു ആറ്റം വേറൊരു ആറ്റമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് those atoms will form bonds. A bond, attractive bonding force. A bond formed between 2 atoms by sharing an electron pair is called covalent bond. This is a type of bond, covalent bond, where 2 atoms share a pair of electrons. Covalent bonding occurs between atoms which do not differ much in their electronegativity. ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വളരെ വ്യത്യാസമില്ലാത്ത 2 ആറ്റംസ് തമ്മിലാണ് കോവാലൻറ്റ് ബോണ്ട് ഉണ്ടാവുക. ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അത് തമ്മിൽ അയോണിക് ടൈപ്പ് ബോണ്ടാണ് ഉണ്ടാവുക. കാരണം ഒരെണ്ണത്തിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാവും, ഒന്നിന് ഇലക്ട്രോൺ അട്രാക്റ്റ് ചെയ്ത് നിർത്താനുള്ള ടെൻഡൻസിയും കൂടുതലുണ്ടാവും. അപ്പോൾ ഒന്ന് വിട്ടുകൊടുക്കും, ഒന്ന് എടുക്കും. അങ്ങനെയാകുമ്പോൾ അവിടെ അയോണിക് ബോണ്ടിനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് വളരെ വ്യത്യാസമില്ലാത്ത 2 ആറ്റംസ് തമ്മിലാണ് കോവാലൻറ്റ് ബോണ്ട് ഉണ്ടാവുക. എക്സാമ്പിളായിട്ട് ഫ്ലൂറിൻ, 2 ഫ്ലൂറിൻ നോക്കുക. നിങ്ങൾക്കറിയാം ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 ആണ്. 1s2 2s2 2p5. അപ്പോൾ 2p6 ആണെങ്കിൽ അത് അടുത്ത സ്റ്റേബിൾ ആയിട്ടുള്ള നിയോൺ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ആവും. ഇവിടെ ഫ്ലൂറിന് 1 ഇലക്ട്രോണും കൂടിയാണ് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനത്തെ 2 ഫ്ലൂറിൻ ആറ്റം വരുമ്പോൾ 2 ഫ്ലൂറിനും പരസ്പരം ഷെയർ ചെയ്യും ഓരോ ഇലക്ട്രോണിനെ. അപ്പോൾ ഒരെണ്ണത്തിന് നോക്കുകയാണെങ്കിൽ 8 ഇലക്ട്രോൺ, മറ്റതിന് നോക്കുകയാണെങ്കിലും 8 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ അങ്ങനെയാണ് ലൂയിസ് സ്ട്രക്ചർ ഓഫ് F2 മോളിക്യൂൾ. ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് ഇവിടെ ഒരു ബോണ്ടായിട്ട് കാണിച്ചിട്ടുള്ളത്, ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ബാക്കിയുള്ള ഇലക്ട്രോണിനെ ഡോട്ടായിട്ടും ഒരു ബോണ്ടിനെ ഒരു വരയായിട്ട്, ഒരു ഹൈഫൺ പോലത്തെ വരയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ ഹൈഡ്രജൻ ആറ്റം 1s1 ആണ്. ഹൈഡ്രജനും ഫ്ലൂറിനും കൊടുക്കുക. അപ്പോൾ ഹൈഡ്രജനും 1 ഇലക്ട്രോണും കൂടി വേണം ഇനട്ട് കോൺഫിഗറേഷൻ ആവാൻ, ഫ്ലൂറിനും വേണം. അപ്പോൾ ഹൈഡ്രജനും ഫ്ലൂറിനും കൂടി ഷെയർ ചെയ്യും. അപ്പോൾ HF ഉണ്ടാവും. ലൂയിസ് സ്ട്രക്ചറാണിത്. ഈ സ്ട്രക്ചറുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വരച്ചു പഠിക്കുക. ഇത് +1 +2 പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് പെയർസ് ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസ്, എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യണു എന്നുള്ളതനുസരിച്ചിട്ട് സിംഗിൾ ബോണ്ടാണോ, ഡബിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ എന്നുള്ളത് തീരുമാനിക്കും. ഓക്സിജൻ്റെ കേസിൽ നോക്കൂ, ഓക്സിജൻ്റെ കേസിൽ 2 6 1s2 2s2 2p4. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് സെക്കൻഡ് മെയിൻ ഷെല്ലിൽ 6 ഇലക്ട്രോണാണുള്ളത്. 2s2 2p4, 1s2 2s2 2p4. അപ്പോൾ 2 ഇലക്ട്രോണും കൂടി കിട്ടുകയാണെങ്കിൽ ഓക്സിജൻ എന്താവും? സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആവും. അപ്പോൾ 2 ഓക്സിജൻ ആറ്റംസ്
2 ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്യുക, അതായത് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു പെയർ എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടാണ്, അപ്പോൾ 2 പെയർ എന്ന് പറഞ്ഞാൽ 2 ബോണ്ട്, അതായത് ഡബിൾ ബോണ്ട്. ലൂയിസ് സ്ട്രക്ചർ ഓഫ് O2 മോളിക്യൂൾ. അതുപോലെ നൈട്രജൻ്റെ കേസിൽ നമുക്കറിയാം നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. അപ്പോൾ 3 ഇലക്ട്രോണും കൂടി ഉണ്ടെങ്കിലാണ് അതിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുക. അപ്പോൾ അത് അറ്റൈൻ ചെയ്യണമെങ്കിൽ 2 നൈട്രജൻ ആറ്റംസ് 3 ഇലക്ട്രോൺ വീതം ഓരോ ആറ്റവും ഷെയർ ചെയ്യും. അപ്പോൾ എത്ര പെയറായി? 3 പെയർ ഓഫ് ഇലക്ട്രോൺസ്. 2 ആറ്റവും കൂടി 3 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യണത്. അപ്പോൾ അതാണ് 3 ബോണ്ട്, ലൂയിസ് സ്ട്രക്ചർ ഓഫ് N2 മോളിക്യൂൾ. ഇതുപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെ കേസിലും. ഈതെയിൻ നിങ്ങൾക്കറിയാം, കാർബൺ, ഹൈഡ്രജൻ. കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 4, ഹൈഡ്രജൻ 1. അപ്പോൾ കാർബൺ ഓരോ കാർബൺ തമ്മിൽ ഒരു പെയർ ഷെയർ ചെയ്യും, ഓരോ ഹൈഡ്രജൻ തമ്മിലും. അങ്ങനെ ടോട്ടൽ എത്ര കോവലൻ ബോണ്ടാണ് ഓരോ കാർബണിനുള്ളത്? 4 കോവലൻ ബോണ്ടാണുള്ളത്. എത്തിലീൻ്റെ കേസിലാണെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, 2 സിംഗിൾ ബോണ്ട് കാർബണും ഹൈഡ്രജനും വീതം. അസറ്റിലീൻ ആണെങ്കിൽ കാർബൺ 3 ഇലക്ട്രോൺ പെയറിനെയാണ് ഷെയർ ചെയ്യണത്, പിന്നെ ഒരെണ്ണം ഹൈഡ്രജനുമായിട്ട്. As per Lewis' concept of covalent bond, the number of electrons which an atom is capable of sharing with other atom is called, in covalent bond formation is called covalency. എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണോ ഒരാറ്റത്തിന് കോവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുക, ആ നമ്പറിനെയാണ് അതിൻ്റെ കോവാലൻസി എന്ന് പറയുക, കോവാലൻസി. ഫ്രം ദ എക്സാമ്പിൾസ് considered above, we can see that hydrogen, the covalency of hydrogen, oxygen, nitrogen and carbon are hydrogen 1, oxygen 2, nitrogen 3 and carbon 4. Then properties of covalent compounds. Physical state. Under normal condition, covalent compounds exist in the form of discrete molecules with strong internal bonds. Internal bonds എന്ന് പറഞ്ഞാൽ ഒരു വളരെ ക്ലസ്റ്ററായിട്ട് എല്ലാം തമ്മിലല്ല, പക്ഷേ അതിലുള്ള ഓരോ മോളിക്യൂളിലുള്ള ആറ്റംസ് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോവാലൻറ്റ് ബോണ്ട് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോ യൂണിറ്റ് വേറെ ആയിട്ടാണ് നിൽക്കുക, അല്ലാതെ അയോണിക് ക്രിസ്റ്റലിൻ്റെ പോലെ ഒന്നിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല ഇവിടെ. കോവലൻറ്റ് ബോണ്ടാണ് സിംഗിൾ യൂണിറ്റ്സ് തമ്മിൽ. സോ ദേ വിൽ ബി എക്സിസ്റ്റിംഗ് ആസ് ഗ്യാസസ് ഓർ ലിക്വിഡ്. പിന്നെ മോളിക്കുലർ സോളിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് കോവലൻറ്റ് സോളിഡ്സും ഉണ്ട്. ദെൻ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. ഇതിന് വളരെ ഓരോ യൂണിറ്റും സെപ്പറേറ്റഡ് ആണല്ലോ, അപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കുറവായിരിക്കും വെൻ കമ്പയർഡ് വിത്ത് അയോണിക് ക്രിസ്റ്റൽസ്. ദെൻ സോലിബിലിറ്റി ഇത് അത്രയ്ക്ക് പോളാർ അല്ലാത്ത, ഇൻസോലിബിൾ ഇൻ വാട്ടർ ആൻഡ് അതർ പോളാർ സോൾവെൻസ്. അയോണിക് ക്രിസ്റ്റൽ സോലിബിൾ ആവുന്നത് പോളാർ സോൾവെൻസിലാണ്, ബട്ട് ഇവിടെ കോവലൻറ്റ് സോളിഡ്സ്, കോവലൻറ്റ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ കോവലൻറ്റ് കോമ്പൗണ്ട്സ് ആർ സോലിബിൾ ഇൻ non-polar solvents. Then electrical conductivity. Covalent compounds generally do not conduct electricity because they do not have mobile electrons. ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസോ അയോൺസോ ഇല്ല, അതുകൊണ്ട് കോവലൻറ്റ് കോമ്പൗണ്ട്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണില്ല. ദെൻ റിയാക്ഷൻസ് ഓഫ് കോവലൻറ്റ് കോമ്പൗണ്ട്സ് ആർ ജനറലി സ്ലോ. നമ്മൾ പറഞ്ഞു അയോണിക് കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷൻസ് വളരെ ഫാസ്റ്റാണ്, ബട്ട് കോവലൻറ്റ് കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷൻസ് വളരെ സ്ലോ ആണ്. ദെൻ ഡയറക്ഷണൽ നേച്ചർ ഓഫ് ബോണ്ടിങ്. കോവലൻറ്റ് കോമ്പൗണ്ട്സ് ആർ ഡയറക്ഷണൽ ക്യാരക്ടർ. കാരണം ഒരെണ്ണം ഇലക്ട്രോൺ ഷെയറിംഗ് ആണ്, അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ മാത്രമാണ് ആ ബോണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ബോണ്ടിൽ ഇലക്ട്രോൺ ക്ലൗഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡയറക്ഷണൽ ക്യാരക്ടർ ഉണ്ട്. അയോണിക് ക്രിസ്റ്റലിൻ്റെ കേസിൽ അയോണിക് ബോണ്ട്സ് ഡയറക്ഷണൽ അല്ല. നെക്സ്റ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അയോണിക് കോമ്പൗണ്ട്സും കോവലൻറ്റ് കോമ്പൗണ്ട്സും, അല്ലെങ്കിൽ അയോണിക് ബോണ്ടും കോവലൻറ്റ് ബോണ്ടുമാണ് ജനറലായിട്ട്. നെക്സ്റ്റ് ഈസ് കോർഡിനേറ്റ് കോവലൻറ്റ് ബോണ്ട്. കോർഡിനേറ്റ് കോവലൻറ്റ് ബോണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഒരു കോവലൻറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണാണ്. അപ്പം നമ്മുടെ സാധാരണ കോവലൻറ്റ് ബോണ്ടിൽ ആ 2 ഇലക്ട്രോൺ എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള 2 ആറ്റംസും ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോർഡിനേറ്റ് കോവലൻറ്റ് ബോണ്ട് ഓർ ഡേറ്റീവ് ബോണ്ട് ഓർ ഡോണർ ആക്സെപ്റ്റർ ബോണ്ട്, അവിടെ ഒരു ആറ്റം ഇലക്ട്രോണിനെ കൊടുക്കുക, മറ്റേ ആറ്റം ഇലക്ട്രോണിനെ എടുക്കുക. ഇലക്ട്രോൺ പെയർ തന്നെയാണ് അവിടെയും ബോണ്ട്, പക്ഷേ ആ പെയർ ഓഫ് ഇലക്ട്രോൺ എന്നുള്ളത് ഒരെണ്ണാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണത്. അപ്പോൾ ഏതാണോ കോൺട്രിബ്യൂട്ട് ചെയ്യണ ആറ്റം അതാണ് ഡോണർ, ഏതാറ്റാണോ ആക്സെപ്റ്റ് ചെയ്യണത് അതാണ് ആക്സെപ്റ്റർ. ഇവിടെ എക്സാമ്പിളായിട്ട് അമോണിയയും BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡും അമോണിയ എടുക്കുക. അമോണിയയുടെ കേസിൽ നിങ്ങൾക്കറിയാം നൈട്രജനിലൊരു എന്തുണ്ട്,
നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ ഉണ്ട്. NH3 നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർ ഉണ്ട്. ആ ഇലക്ട്രോൺ പെയറിനെ BF3യിൽ നോക്കുക, ബോറോൺ 3ഉം ഇവിടെ ഫ്ലൂറിൻ 3, ഓരോ ഫ്ലൂറിനും ഓരോ ഇലക്ട്രോണിനല്ലേ ഷെയർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ബോറോൺ ട്രൈഫ്ലൂറൈഡിൽ ബോറോണിൻ്റെ ചുറ്റും 6 ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷേ അത് സ്റ്റേബിൾ ആവണമെങ്കിൽ 8 എണ്ണം വേണം. ഇപ്പോൾ അമോണിയ ഈ 2 എണ്ണത്തിന് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് വഴി ബോറോണിലേക്ക് കൊടുക്കുമ്പോൾ ദിസ് വിൽ ഫോം ആൻ അഡക്റ്റ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്കാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ നൈട്രജൻ ഈസ് ഡോണർ ആറ്റം ആൻഡ് ബോറോൺ ഈസ് അക്സെപ്റ്റർ. ദിസ് ഈസ് എ കോർഡിനേറ്റ് കോവലന്റ് ബോണ്ട്. കൺസിഡർ ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ അമോണിയ ആൻഡ് പ്രോട്ടോൺ. നോക്കുക, ഇങ്ങനെ അമോണിയയും പ്രോട്ടോണും തമ്മിലുള്ള കോർഡിനേറ്റ് കോവലന്റ് ബോണ്ട് വഴിയാണ് അമോണിയം അയോൺ ഉണ്ടാവുന്നത്. NH3ക്ക് ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട് നൈട്രജൻ്റെ മുകളിൽ. H+ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അതിന് ഇലക്ട്രോണേ ഇല്ല. ഹൈഡ്രജനിൽ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ പോയിട്ടാണല്ലോ H+ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ 1s ഓർബിറ്റിൽ വേക്കൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് ഈ അമോണിയയുടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ഫോം എ കോർഡിനേറ്റ് കോവലന്റ് ബോണ്ട്. അപ്പോൾ NH3 + H+ ഗീവ്സ് NH4+. അപ്പോൾ അതിലേക്ക് അമോണിയയിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ബോണ്ടാണ് അമോണിയം അയോണിലുള്ളത്. ഇറ്റ് ഈസ് എ കോർഡിനേറ്റ് കോവലന്റ് ബോണ്ട്. ദെൻ പൊളാരിറ്റി ഓഫ് കോവലന്റ് ബോണ്ട്, പാർഷ്യൽ അയോണിക് ക്യാരക്ടർ ഓഫ് കോവലന്റ് ബോണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ പോളാർ കോവലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ കമ്പയറബിൾ ആയിട്ടുള്ള അടുത്ത് വരുന്ന 2 ആറ്റംസ് തമ്മിലാണ് കോവലന്റ് ബോണ്ട് ഉണ്ടാവുക. പക്ഷേ എന്നാലും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഏതാണോ കുറച്ചും കൂടി ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം അത് ഒരു പാർഷ്യൽ നെഗറ്റീവ് ആവും, മറ്റത് പാർഷ്യൽ പോസിറ്റീവ് ആവും. നോൺ പോളാർ ഇലക്ട്രോൺ പെയർ ഈസ് സിറ്റുവേറ്റഡ് എക്സാക്ട്ലി ബിറ്റ്വീൻ, 2 എണ്ണം സെയിം ആറ്റാണെങ്കിൽ ഹൈഡ്രജൻ, ഫ്ലൂറിൻ, നൈട്രജൻ അതാണെങ്കിൽ 2 ആറ്റംസും സെയിം ആണ്. ഹോമോ ഡയറ്റമിക് ബോൺസ് ഒക്കെ അതിൽ ഒരേപോലെ ഇതാ ഹൈഡ്രജൻ. ഇതിലൊക്കെ ഇലക്ട്രോൺ പെയർ 2ൻ്റെയും സെൻറ്ററിൽ തന്നെ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറയുമ്പോൾ. Cl2 മോളിക്യൂൾ ഈസ് നോൺ പോളാർ, അതേപോലെ ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് നോൺ പോളാർ. പക്ഷേ HF ആവുമ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്ലൂറിൻ്റെ അടുത്തേക്കാണ് ഉണ്ടാവുക. സോ ഈ HFൻ്റെ കേസിൽ ദർ വിൽ ബി എ ഡെൽറ്റ മൈനസ് ഓൺ fluorine and delta plus on hydrogen. Similarly in the case of water, ഓക്സിജനും ഹൈഡ്രജനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജനാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ആവുക. അപ്പോൾ അതിന് ഇലക്ട്രോൺ പെയറിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സോ ഓക്സിജൻ ഈസ് ഡെൽറ്റ മൈനസ് ആൻഡ് ഹൈഡ്രജൻ ഈസ് ഡെൽറ്റ പ്ലസ്. അപ്പോൾ ഫോർ ഹൈഡ്രജൻ ഹാലൈഡ്സ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻക്രീസ് ഇൻ ദ ഓർഡർ HI. ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് കുറവാണ്. HF ആകുമ്പോഴേക്കും കൂടുതലാണ്. ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ് മാക്സിമം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് ഇൻ ദ ഓർഡർ അയഡിനാണ് കുറവ്, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. അപ്പോൾ HI, അപ്പോൾ ഹെൻസ് പൊളാരിറ്റി ഓൾസോ ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. HF ആണ് മോർ പോളാർ ആവുക, അവിടെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലുണ്ടാവുക. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് അയണിക് ക്യാരക്ടർ, ഒരു ബോണ്ടിൻ്റെ കോവലന്റ് ബോണ്ട് ആണെങ്കിലും അതിൽ അയോണിക് ക്യാരക്ടർ ഉണ്ടാവും. എന്തുകൊണ്ട്? ഇങ്ങനെ പാർഷ്യലായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉള്ളതുകൊണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കൈ എ ആൻഡ് കൈ ബി ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ? പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ഈ കേട്ടിട്ട് അതിൻ്റെ നോട്ടും കൂടി പ്രിപ്പയർ ചെയ്യുക. എവിടെയെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.